പ്രാണന്റെ ഖേദം എന്നൊരു വാക്ക് കേട്ടു. ഒരാശ്രമത്തിലെ നടുമുറ്റത്ത് വെച്ച് വരാന്തയില് ഇടനാഴിയിൽ ഒരു മനുഷ്യൻ, വയോധികനായ ഒരു മനുഷ്യൻ കൂനിപ്പിടിച്ചിരുന്ന് തേങ്ങുന്നുണ്ട്. ദാരിദ്ര്യമോ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളോ പരിമിതികളോ ഒക്കെയാണ് ആ മനുഷ്യനെ കരയിപ്പിക്കുന്ന ചിന്തിക്കുകയാണ് യുക്തിഭദ്രം. അതുകൊണ്ട് തന്നെ ആശ്രമത്തിന്റെ ആചാര്യനോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടോ അദ്ദേഹത്തിന്? അപ്പോൾ ആചാര്യൻ പറഞ്ഞു, അത്തരം ആവശ്യങ്ങളിലല്ല, ആ മനുഷ്യന്റെ പ്രാണന്റെ ഖേദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രാണന്റെ ഖേദം ഏത് വാക്ക് കാര്യമായിട്ട് പരിചയിച്ചിട്ടുള്ള വാക്കല്ല. എന്താണതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്തേണ്ട ഇടങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കുകയും അവിടെ എത്താൻ പറ്റിയില്ല എന്നുള്ള തോന്നലുകളും നിസ്സഹായതയും കൂടിയൊക്കെ ചേർന്ന് മനുഷ്യനെ കരയിപ്പിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് പ്രാണന്റെ ഖേദം. എന്തോ ആ ഒരു വിശദീകരണം എന്നെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. എനിക്ക് തോന്നുന്നു കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും എന്തോ ചില പ്രാണന്റെ ഖേദങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. പല അളവിലും പല രീതിയിലും പല പുറംചട്ടുകളിലുമൊക്കെ മനുഷ്യൻ കൊണ്ടു നടക്കുന്നത് ഈ പ്രാണന്റെ ഖേദങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കറിയാവുന്ന ശരികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയാതെ പോവുക, ഔന്നത്യമുള്ള ജീവിതം സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ പുഴുക്കളെ കണക്ക് എഴഞ്ഞു പോകേണ്ടി വരിക. പ്രാണന്റെ ഖേദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല, ഒരു അന്ത്യവുമില്ല.